ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വർഷയുടെ അമ്മ ഒരു മാല വർഷയുടെ കഴുത്തിലിടുമ്പോൾ പറയുന്നുണ്ട്, നിൻ്റെ കല്യാണത്തിന് ഞങ്ങൾക്കൊന്നും തരാനൊന്നും പറ്റിയില്ല, അതെങ്ങനെ നീ ഞങ്ങളെ ഒന്നും അറിയിക്കാതല്ലേ കല്യാണം നടത്തിയെന്നൊക്കെ ചോദിക്കും. അതിന് വർഷ പറയും, പിന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാമേ, ഞാൻ ഇട്ടോളാം ഈ മാല, പിന്നെ പോരെ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് അവരുടെ അമ്മ സന്തോഷത്തോടു കൂടി ഇറങ്ങിപ്പോകും. അന്നേരം വർഷ മാലയൊക്കെ ഇട്ടിട്ട് സന്തോഷത്തോടെ നോക്കിയൊക്കെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി ഒരുങ്ങിയൊക്കെ നിൽക്കുകയാണ്. അപ്പം കൂട്ടുകാർ പറയുന്നുണ്ട്, ശ്രുതി നീ ഈ വേഷത്തിൽ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ, സുന്ദരിയായിട്ടുണ്ടെന്നൊക്കെ പറയും. പിന്നെ എൻ്റെ സൗന്ദര്യം നോക്കാനുള്ള സമയമല്ലേ ഇത്, എനിക്ക് ആകെ ടെൻഷനായി, എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അച്ഛൻ വരുമെന്ന് ഓർത്താണ് ആൻറ്റി ഇരിക്കുന്നത്, ആൻറ്റിയുടെ തനി സ്വഭാവം ഞാൻ ഈയിടെ കണ്ടതാണ്. ഈയിടെ എൻ്റെ ബ്യൂട്ടി പാർലറിൻ്റെ പേര് മാറ്റിയെന്ന് പറഞ്ഞപ്പോഴത്തേന് അവരെന്തൊരു ബഹളമായിരുന്നു. ഇനിയിപ്പോൾ അവരുടെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല. നീ പറഞ്ഞ ആൾ വരുമോ എന്നൊക്കെ ചോദിക്കും. പിന്നെ ഞാൻ പറഞ്ഞ ആൾ വരും, ആ ക്വാർട്ടർ ദാമു എന്ന് പറഞ്ഞാൽ അയാൾക്ക് വെള്ളവടി മാത്രമേ ഉള്ളൂ കാര്യം, എന്നാണേലും അയാളെ ഒന്ന് വിളിക്കാൻ പറയും. എന്നാൽ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് വിളിക്കുന്ന ഉടനെ ക്വാർട്ടർ ദാമു എടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഫോൺ എടുത്തിട്ട് പറയും, ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക മാഡം, പിന്നെ നിങ്ങൾ തന്ന പൈസയൊന്നും തികഞ്ഞില്ല കേട്ടോ, സച്ചി ഏത് ബ്രാൻഡാണ് കഴിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ, അതുകൊണ്ട് ഞാൻ എല്ലാ ബ്രാൻഡിൻ്റെയും ഓരോന്ന് മേടിച്ചിട്ടുണ്ട് എന്ന് പറയും. ഉടനെ കൂട്ടുകാർ പറയുന്നുണ്ട്, ഞാൻ അതൊക്കെ ശരിയാക്കി തരാം, ബാക്കി കാശ് തരണില്ലേ നിങ്ങൾ, ഞാൻ പറഞ്ഞ കാര്യമൊക്കെ ശരിയാക്കി തരണം, എന്നാലേ ബാക്കി കാശ് തരത്തുള്ളൂ എന്ന് പറയും. എന്നാൽ ഞാൻ ഇപ്പോൾ എത്തും മാഡം എന്ന് ദാമുവും പറയുന്നുണ്ട്. കൂട്ടുകാർ ശ്രുതിയോട് പറയുന്നുണ്ട്, അയാൾ എത്താറായി, അയാളൊരു കാര്യമായിട്ടാണ് കറക്റ്റായിട്ട് ചെയ്തിരിക്കും, അതെനിക്കറിയാം അയാളെ എന്ന് പറയും. എന്തായാലും വന്നേ പറ്റത്തുള്ളൂ, അയാൾ ഈ പ്രോഗ്രാം കലക്കിയാൽ മാത്രമേ എൻ്റെ എല്ലാ പ്ലാനും നടക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഈ സമയം സച്ചിയും രേവതിയും ഹാളിലിരിക്കുകയായിരുന്നു. അപ്പോൾ സച്ചിയുടെ ഒരു കൂട്ടുകാരൻ വന്ന് ചോദിക്കുന്നുണ്ട്, സച്ചി എന്തൊക്കെയുണ്ട് ആ വിശേഷം എന്നൊക്കെ. സച്ചി ഉടനെ ചിരിച്ചുകൊണ്ട് തലയൊക്കെ ആട്ടി കാണിക്കും. ഇതുവനെൻ്റെ മിണ്ടാത്തെന്ന് ചോദിക്കും. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ ഈ ഫംഗ്ഷൻ നല്ല രീതിയിൽ നടക്കാനായിട്ട് മൗനവ്രതത്തിലാണ്. അതെന്തായാലും നല്ല കാര്യം കേട്ടോ, എന്നാൽ ഞാൻ അങ്ങോട്ട് ഇരിക്കട്ടാ എന്ന് പറഞ്ഞ് ആ കൂട്ടുകാരൻ അങ്ങ് പോകും. അപ്പോഴത്തേന് സച്ചി പറയുന്നുണ്ട്, ഇങ്ങനെ വായും പൂട്ടിയിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേന് വർഷയുടെ അമ്മ ഒരു പൂമാലയൊക്കെ ആയിട്ട് അങ്ങോട്ട് വരും. അപ്പം ഒരു സ്ത്രീ ചോദിക്കുന്നുണ്ട്, എന്താ മഹിമ ഈ കളറ് പൂമാലയെന്ന് ചോദിക്കും. അങ്ങനെ പറയും, ഇത് ഞങ്ങളുടെ ആചാരപ്രകാരം തുളസിമാല ഇടണമെന്നാണെന്ന്. ആണോ എന്ന് ചോദിച്ചിട്ട് അവരുടനെ അതങ്ങ് കൊണ്ടുപോകുന്നുണ്ട്. അന്നേരത്തിന് പുറകെ തന്നെ ഫാമയും ചന്ദ്രമതിയും കൂടെ ഒരു ചുമന്ന പൂമാലയായിട്ട് വരികയാണ്. അന്നേരത്തേന് ഫാമ ചോദിക്കുന്നുണ്ട്, ഇത് തന്നെ ആയിരിക്കുമോ അവർക്ക് ആവശ്യം, ഇനി അവർക്ക് എന്തെങ്കിലും ആചാരങ്ങളൊക്കെ കാണുമെന്ന്. നമ്മുടെ ചടങ്ങനുസരിച്ച് നമ്മൾ ഈ പൂമാലയാണ് ഇടിയിക്കുന്നത് എന്ന് പറഞ്ഞ് ഇവർ ആ പൂമാലയായിട്ട് പോകും. അന്നേരത്തേന് സച്ചി പറയുന്നുണ്ട്, ഇന്നൊരു ഭൂകമ്പം നടക്കാനുള്ള സാധ്യതയുണ്ട്, കാരണം അവരുടെ കൊണ്ടുവന്ന പൂമാല ഇടണമെന്ന് വർഷയുടെ അമ്മ പറയും. അതുപോലെ തന്നെ ഞങ്ങളുടെ അമ്മ ഒട്ടും താന്നു കൊടുക്കത്തില്ല, അവർ കൊണ്ടുവന്ന പൂമാല ഇടണമെന്ന് അവരും പറയില്ലേ എന്നൊക്കെ ചോദിക്കും. മിക്കവാറും ഒരു ഭൂകമ്പം നടക്കും ഇവിടെ എന്നൊക്കെ ചോദിക്കും. ഇപ്പോൾ അവിടെ ഇന്നവരെല്ലാം ചാടി എന്താ ഭൂകമ്പം എന്നൊക്കെ ചോദിച്ചു. ഉടനെ പറയും, എന്താ സച്ചിയേട്ടാ ഇങ്ങനെ ഒച്ച വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പ്രശ്നം ഉണ്ടാക്കും, അതുകൊണ്ട് മാക്സിമം മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുമ്പോൾ സച്ചി പിന്നെ മിണ്ടാതിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് വർഷ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ നിന്ന് സെൽഫിയൊക്കെ എടുക്കുകയാണ്. ആ സമയത്ത് അങ്ങോട്ട് മഹിമ പൂമാലയൊക്കെ ആയിട്ട് കയറി വരുന്നിട്ട് പറയും, മോളെ നമ്മുടെ ആചാരപ്രകാരം ഈ പൂമാല ഇടണമെന്ന് പറയും. അന്നേരം തന്നെ ചന്ദ്രമതിയും പുറകെ വന്നിട്ട് പറയും, ഞങ്ങളുടെ ആചാരപ്രകാരം ഈ പൂമാല ഇടേണ്ടത്, അതെങ്ങനെ ശരിയാകും, ഞങ്ങളുടെ മകളല്ലേ, അപ്പം ഞങ്ങളുടെ ആചാരത്തിനനുസരിച്ച് പൂമാല ഇടേണ്ടതെന്ന് വർഷയുടെ അമ്മ പറയുന്നുണ്ട്. അതെങ്ങനെയാണ്, നിങ്ങളുടെ മകളൊക്കെ ആയിരിക്കും, ഇപ്പോൾ അവൾ എൻ്റെ മരുമകളല്ലേ, അപ്പം ഞങ്ങളുടെ ആചാരപ്രകാരമുള്ള പൂമാലയാണ് ഇടേണ്ടതെന്ന് ചന്ദ്രമതിയും പറയും. അതൊന്നും പറ്റത്തില്ല, ഈ ഫംഗ്ഷൻ നടത്തുന്നത് ഞങ്ങളല്ലേ, അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ പറയുന്ന പൂമാല ഇടണമെന്നാണ്. അതൊക്കെ കാര്യം ശരിയായിരിക്കും, പക്ഷേ ഞങ്ങളുടെ കുട്ടികളല്ലേ ഇവിടെ നിൽക്കുന്നത്, അത് കാരണം ഞങ്ങൾ പറയുന്ന പൂമാല ഇടണം. ഇതെല്ലാം കൂടെ കേൾക്കുമ്പോഴത്തേന് വർഷം ആ കൺഫ്യൂഷൻ ആവുകയാണ്. പിന്നെ ഇവർ രണ്ടുപേരുടെ അങ്ങ് മത്സരമാണ്, ഈ പൂമാല ഇട്ടാൽ മതി ആ പൂമാല ഇട്ടാൽ മതി എന്ന് പറഞ്ഞ് വർഷയെ അങ്ങ് പറയുകയാണ്. വർഷ ഈ മോളെ ഇതിട് അതിട് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേന് വർഷയ്ക്ക് ദേഷ്യം വരും. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്, എന്തിനാ ഇതുമാത്രം പ്രശ്നം ഉണ്ടാക്കുന്നത്, ഏതെങ്കിലും പൂമാല ഇട്ടുകൊണ്ട് കയറിയാൽ പോരെ എന്നൊക്കെ ചോദിക്കാം. അന്നേരത്തേന് ചന്ദ്രമതിയുടെ കയ്യിരിക്കുന്ന പൂമാല നീട്ടും, അതുപോലെ തന്നെ മഹിമയുടെ കയ്യിരിക്കുന്ന പൂമാല നീട്ടുന്നുണ്ട്. ഹാളിലിരിക്കുന്ന സച്ചിക്കാണെങ്കിൽ ആകെ ടെൻഷനാണ്, അകത്ത് എന്തായിരിക്കും നടക്കുന്നത്, അവിടെ പ്രശ്നമായി കാണുമോ, അമ്മമാർ തമ്മിൽ ബഹളമായി കാണുമോ, വർഷം ഏത് പൂമാല ഇട്ടുകൊണ്ട് ഇറങ്ങി വരും എന്നൊക്കെയാണ് ടെൻഷൻ. അന്നേരത്തേന് ഉടനെ രേവതി പറയുന്നുണ്ട്, ഏത് പൂമാല ഇട്ടാലും വേണ്ടില്ല, വർഷം മിക്കവാറും വർഷയുടെ അമ്മ കൊടുക്കുന്ന പൂമാല ആയിരിക്കും ഇടുന്നത് എന്നൊക്കെ പറയും. എന്നാലും ഞങ്ങളുടെ അമ്മ ഒട്ടും വിട്ടുകൊടുക്കുന്ന ആളല്ലെന്ന് നിനക്കറിയാമല്ലോ, അതുകൊണ്ട് വർഷം മിക്കവാറും ഞങ്ങളുടെ അമ്മ കൊടുക്കുന്ന പൂമാല ആയിരിക്കും ഇടുന്നു പറയും. എന്തായാലും നമുക്ക് കാണാമെന്ന് രേവതി പറയുന്നുണ്ട്. ഈ സമയം വർഷയുടെ നേരെ അമ്മയും അമ്മായിയമ്മയും ഓരോ പൂമാലയായിട്ട് നിൽക്കുകയാണ്. ഇതിടുമോളെ എന്ന് പറഞ്ഞു. അന്നേരം
വർഷ ആ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുമ്പോഴത്തേന് മഹിമ പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നതൊക്കെ കേട്ടല്ലോ, ശ്രുതിയുടെയും പിന്നെ താലിമാറ്റ ചടങ്ങൊക്കെ ഇവിടെ നടത്താമെന്ന് ഞങ്ങൾ സമ്മതിച്ചില്ലേ, ഓഡിറ്റോറിയമൊക്കെ ബുക്ക് ചെയ്ത് ഞങ്ങളല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരികൾ പറയുന്നുണ്ട്, ഇവരെന്താ രണ്ട് രാജ്യക്കാർ സംസാരിക്കുന്ന പോലെയൊക്കെ സംസാരിക്കുന്നത്, അടുത്തടുത്ത നാട്ടുകാരല്ലേ, ഇങ്ങനെയുണ്ടോ ആചാരങ്ങളൊക്കെ എന്നൊക്കെ ചോദിക്കും. അന്നേരത്തേന് കൂട്ടുകാരി പറയും, എടി അതൊക്കെ വാശി പുറത്ത് പറയുന്നതാണ്. അന്നേരം വർഷ ഇങ്ങനെ ആരുടെ മാല ഇടുമെന്ന് ഓർത്ത ടെൻഷൻ ഇരിക്കുമ്പോഴത്തേന് വർഷ ഇവരുടെ ഈ പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ വർഷ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നേ, ഞാൻ പൂമാല ഇട്ടാൽ പോരെ എന്നൊക്കെ ചോദിക്കും. അന്നേ മഹിമയുടെ നേരെ നോക്കിയിട്ട് പറയും, അമ്മ ആ പൂമാല ഇങ്ങ് തരാൻ പറയും. അന്നേരം വർഷയുടെ അമ്മ കൊടുത്ത പൂമാല അങ്ങിടും. അത് കാണുമ്പോഴത്തേന് ഭയങ്കര സന്തോഷവും ആകുന്നുണ്ട് മഹിമയ്ക്ക്. അത് കഴിയുമ്പോഴത്തേന് ഉടനെ പറയും, അമ്മയും കൂടി ഈ പൂമാല ഇങ്ങനെ നന്നാക്കാൻ പറഞ്ഞ് 2 പേരുടെയും പൂമാലകൾ മേടിച്ച് അങ്ങ് കഴുത്തലിട്ട് വന്നിട്ട് പറയും, എന്തായാലും ഇപ്പം 2 പേർക്ക് സന്തോഷമായല്ലോ, സ്വർണം തന്നെ ഒരുപാടുണ്ട്, അതിൻ്റെ കൊടുത്ത് 2 പൂമാലയും കൂടെ ആയപ്പം ഒരുപാടായി, എനിക്ക് 2 പൂമാല ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഒരു പൂമാല ഇടാവുള്ളതൊന്നും ഇല്ലല്ലോ, 2 വിടാമെന്ന് പറഞ്ഞ് സന്തോഷിച്ച് നിൽക്കുക. നിങ്ങൾ ഇനി വാശിക്ക് ഓരോന്ന് പറയുകയും പ്രവർത്തിക്കുകയൊന്നും ചെയ്യണ്ട, 2 പേര് ഫ്രണ്ട്സായിട്ടിരുന്നാൽ മതി എന്നൊക്കെ പറയും. അന്നേരം 2 പേർക്ക് സന്തോഷമാകുന്നുണ്ട്. സച്ചിക്കാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് പൊറുതി വരുന്നില്ല. സച്ചി ഇങ്ങനെ രേവതിയോട് ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്തെങ്കിലും നടന്നു കാണുമോ, ഏത് മാല ഇടും എന്നൊക്കെ ചോദിച്ചിട്ട് അച്ഛൻ എന്ത് ചെയ്യുന്നു നോക്കും. അപ്പം രവീന്ദ്രനും കൂട്ടുകാരനും ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അശോകൻ പറയുന്നുണ്ട്, എടോ ഇവിടെ ഇപ്പം ആകെ മറ്റുള്ളവരൊക്കെയാണല്ലോ ഇരിക്കുന്നത്, നിങ്ങളുടെ ബന്ധുക്കളും സ്വന്തക്കളൊന്നും ഇല്ലെന്ന് ഇരിക്കും, നമ്മൾ ആരെയും വിളിച്ചില്ല, അവർ നടത്തുന്ന ഫംഗ്ഷനല്ലേ, ഓഡിറ്റോറിയമൊക്കെ ബുക്ക് ചെയ്തത് അവരാണ്, അന്നേരം പിന്നെ നമ്മളിപ്പം നമ്മുടെ ആൾക്കാരെ ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേന് സച്ചി ഉടനെ അച്ഛാന്ന് കിടന്ന് വിളിക്കും. എന്നാൽ രവീന്ദ്രൻ എന്നാടാന്ന് ചോദിക്കും, ഇങ്ങനെ എഴുന്നേറ്റ് വന്നതെന്ന് പറയും. എന്നിട്ട് രവീന്ദ്രൻ അടുത്ത് നിന്ന് കഴിയുമ്പോൾ പറയും, അച്ഛാ ഇന്നിവിടെ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയും. എന്താണെന്ന് ചോദിക്കും. അത് പൂമാല 2 പേരും കൊണ്ടുപോയിട്ടുണ്ട്, അത് ഏത് വർഷം ഇട്ടുകൊണ്ട് വരും എന്നൊക്കെ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേന് വർഷം ഇറങ്ങി വരും. 2 പൂമാലയും ഇട്ടിട്ടുണ്ട്. അത് കാണുമ്പോഴത്തേന് രേവതിയുടെയും സച്ചിയുടെയൊക്കെ കണ്ണ് തള്ളുന്നുണ്ട്. വർഷം ഇങ്ങനെ സന്തോഷത്തോടു കൂടിയാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ രേവതിക്ക് സന്തോഷമാണ്. രേവതി എന്നിട്ട് ഉടനെ സച്ചിക്കിട്ട് നോക്കുന്നുണ്ട്, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള പരുവത്തിൽ. അപ്പോൾ സച്ചി ഇങ്ങനെ അവർക്കിട്ട് നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.